നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനുമായി ബന്ധപ്പെട്ട 12 കേന്ദ്രങ്ങളിൽ നടന്ന ഇഡി റെയ്ഡുകൾക്കെതിരെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് വ്യാപകമായ പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തിയിരുന്നു. ഇന്നും വ്യാപകമായ പ്രതിഷേധങ്ങൾ നടക്കുമെന്ന് പറഞ്ഞെങ്കിലും കാലാവസ്ഥ പ്രതികൂലമായത് കാരണമായിരിക്കും അത്തരത്തിലുള്ള വലിയ പ്രതിഷേധ പ്രകടനങ്ങളൊന്നും നടന്നില്ല. എന്തായാലും കഴിഞ്ഞ ദിവസം CPM നേതാക്കൾ പറഞ്ഞത് പിണറായി വിജയനോടുള്ള രാഷ്ട്രീയ വൈരാഗ്യം തീർക്കാനാണ് കോൺഗ്രസും BJPയും ചേർന്നുകൊണ്ട് ഇത്തരത്തിൽ കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് ഒരു റെയ്ഡ് നടത്തിയത് എന്നാണ്. ഈ റെയ്ഡിന് ശേഷം ഒന്നും കിട്ടാതിരുന്ന ഇഡി ഇവിടെ നിന്നും ഒന്നും കിട്ടിയിട്ടില്ല എന്ന് മഹസർ എഴുതിക്കൊടുത്ത് മടങ്ങിപ്പോയി എന്നാണ് CPM നേതാക്കൾ വ്യാപകമായി പ്രചരിപ്പിച്ചത്. പക്ഷേ ആ പ്രചരണത്തിന് മണിക്കൂറുകളുടെ ആയുസ്സേ ഉണ്ടായിരുന്നുള്ളൂ. അത് ശുദ്ധ നുണയായിരുന്നു എന്ന് പിന്നീട് തെളിഞ്ഞതാണ്. അതായത് ഇന്നലെ വൈകുന്നേരത്തോടു കൂടി തന്നെ ഇഡി ഈ റെയ്ഡുകളെ കുറിച്ച് ഒരു വാർത്താക്കുറിപ്പ് ഇറക്കിയിരുന്നു. ആ വാർത്താക്കുറിപ്പിൽ നിർണായകമായ രേഖകൾ ഈ പരിശോധനയിൽ കണ്ടെത്തി എന്ന് പറയുന്നുണ്ട്. ഏതാണ്ട് 242 ബാങ്ക് അക്കൗണ്ടുകളുടെ വിശദാംശങ്ങൾ ലഭിച്ചു. 18.36 കോടി രൂപയാണ് ഈ അക്കൗണ്ടുകളിൽ ഉണ്ടായിരുന്നത്. ഈ അക്കൗണ്ടുകളിലെല്ലാം മരവിപ്പിച്ചു. മാത്രമല്ല വീണ വിജയന്റെ ഫോൺ അടക്കമുള്ള ഡിജിറ്റൽ ഉപകരണങ്ങൾ പിടിച്ചെടുത്തു. അതിൽ നിന്നും നശീകരിക്കപ്പെട്ട തെളിവുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കണ്ടെടുക്കാനായി ഉപകരണങ്ങൾ ഫോറൻസിക് പരിശോധനയ്ക്ക് അയക്കുകയാണ്. അങ്ങനെ വീണ വിജയനെതിരെ അതിവേഗം മുന്നോട്ട് നീക്കുകയാണ്, കരുക്കൾ നീക്കുകയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് റെയ്ഡ് കഴിഞ്ഞ് പുറത്തിറങ്ങിയ ജീവനക്കാർക്ക് നേരെ ഉണ്ടായ ആക്രമണം അവരെ വല്ലാതെ ചൊടിപ്പിച്ചിട്ടുണ്ട്. ഈ ആക്രമണം ഉണ്ടായിരുന്നില്ല എങ്കിൽ ഈ CMRL ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്തതിന് ശേഷം മാത്രമേ ഇനി അടുത്ത് വീണ വിജയനെ ചോദ്യം ചെയ്യേണ്ടതുള്ളൂ എന്ന് ED തീരുമാനിച്ചിരിക്കുകയായിരുന്നു. പക്ഷേ ഈ ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ പെട്ടെന്ന് തന്നെ ഈ വീണ വിജയനെ ചോദ്യം ചെയ്യാനും കഴിയുമെങ്കിൽ അറസ്റ്റ് ചെയ്യാനുമാണ് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ശ്രമിക്കുന്നത്. അങ്ങനെ അറസ്റ്റ് ചെയ്യുന്നതിനെതിരെ ഏതെങ്കിലും തരത്തിലുള്ള ഹർജിയോ മറ്റോ കോടതിയിൽ പോയാൽ തീർച്ചയായും അങ്ങനെ ഒരു ഹർജി ഫയൽ ചെയ്യാൻ വീണ വിജയൻ പക്ഷം ശ്രമിക്കും. അങ്ങനെ പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ആ റെയ്ഡ് നടത്തിയ സമയത്ത് ഒന്നും വീണ വിജയനോട് ചോദിച്ചറിയാൻ സാധിച്ചില്ല, വീണ വിജയനെ ചോദ്യം ചെയ്യാൻ സാധിച്ചില്ല. അതിൻ്റെ കാരണം ഇതേ വീണ വിജയന്റെ പാർട്ടിക്കാർ തന്നെ പുറത്ത് ബഹളം കൂട്ടിയത് കൊണ്ടാണ്. ഞങ്ങളുടെ ഉദ്യോഗസ്ഥർക്ക് അടക്കം പരിക്ക് പറ്റിയിട്ടുണ്ട്. അന്ന് ഞങ്ങൾക്ക് കാര്യങ്ങൾ യഥാക്രമം ശരിയായി ചെയ്യാൻ സാധിച്ചില്ല. അതുകൊണ്ട് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യേണ്ടത് അത്യാവശ്യമാണ് എന്ന് കോടതിയിൽ പറഞ്ഞാൽ ഏത് കോടതിയായിരിക്കും EDയുടെ ഈ വാദത്തെ എതിർക്കുക? സത്യത്തിൽ ഇത്തരത്തിലുള്ള പ്രതിഷേധവും കാർ തകർത്തതുമെല്ലാം വീണ വിജയന് ദോഷകരമായി മാറി എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എക്സാലോജിക് എന്ന് പറയുന്ന വീണ വിജയന്റെ കമ്പനി നല്ല ഒന്നാം തരം ഷെൽ കമ്പനി തന്നെയാണ് എന്ന ഒരു വിലയിരുത്തലിലേക്കാണ് എത്തിയിരിക്കുന്നത്. കാരണം സാധാരണ രീതിയിൽ എന്താണ് ഷെൽ കമ്പനി എന്ന് എല്ലാവർക്കും അറിയാം. പ്രത്യേക ഉദ്ദേശത്തോടു കൂടി സ്ഥാപിക്കപ്പെടുന്ന കടലാസ് കമ്പനികളാണ് ഷെൽ കമ്പനികൾ. ഈ ഷെൽ കമ്പനികൾക്ക് വലിയ പ്രവർത്തനമൊന്നും ഉണ്ടാകില്ല, പ്രവർത്തിക്കാത്ത കമ്പനിയാണ്. ഇവർ ഒരു സാധനവും ഉൽപ്പാദിപ്പിക്കില്ല, ഒരു സേവനവും ആർക്കും നൽകുകയുമില്ല. പക്ഷേ ഒരു കമ്പനി കടലാസിലുണ്ടായിരിക്കും. ഈ കമ്പനികൾക്ക്, ഇത്തരത്തിലുള്ള ഷെൽ കമ്പനികൾക്ക് സാധാരണഗതിയിൽ ഒരു ഫിസിക്കൽ എക്സിസ്റ്റൻസ് ഉണ്ടാവുകയില്ല. അതായത് ഒരു ഫാക്ടറിയോ രജിസ്റ്റേർഡ് ഓഫീസോ പോലും ഉണ്ടാവുകയില്ല. എക്സാലോജിക്കിൻ്റെ കാര്യം നമുക്കറിയാം. അതിൻ്റെ രജിസ്റ്റേർഡ് അഡ്രസ്സ് AKG ഭവൻ്റെ അഡ്രസ്സായിരുന്നു, AKG സെൻറ്ററിൻ്റെ അഡ്രസ്സായിരുന്നു എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. മാത്രമല്ല ആസ്തികൾ വളരെ കുറവായിരിക്കും. സാധാരണ ഗതിയിൽ വലിയ വലിയ ബിസിനസ് സ്ഥാപനങ്ങൾ നടത്തിക്കൊണ്ടുപോകാൻ കെട്ടിടവും അതുപോലെ തന്നെ പ്ലാന്റ് ആൻഡ് മെഷീനറി അടക്കമുള്ള നിരവധി ആസ്തികൾ ആവശ്യമാണ്. പക്ഷേ ഇവിടെ ആസ്തികൾ കുറവായിരിക്കും, മൂലധനവും കുറവായിരിക്കും. വീണ വിജയന്റെ എക്സാലോജിക്കിന് വെറും 1 ലക്ഷം രൂപയുടെ മൂലധനം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആസ്തികൾ വളരെ കുറവായിരുന്നു. ഉടമസ്ഥർ ആരാണ് എന്നുള്ളതിനെ കുറിച്ച് വലിയ വിവരമൊന്നും പുറത്തേക്ക് സാധാരണഗതിയിൽ ഷെൽ കമ്പനികളെ കുറിച്ച് അറിയാൻ സാധ്യതയില്ല. ഇവിടെയും അതുതന്നെയാണ് സ്ഥിതി. വീണ വിജയൻ ഏകാംഗ ഡയറക്ടറാണ്. സാധാരണഗതിയിൽ ഒരു കമ്പനിയുടെ ഒരു മാനേജ്മെന്റ് സ്ട്രക്ചർ പരിശോധിച്ചാൽ അവിടെ ഒരു മാനേജിംഗ് ഡയറക്ടർ, മറ്റ് 1, 2 അല്ലെങ്കിൽ 7 വരുന്ന ഒരു ഡയറക്ടർ ബോർഡ് ഉണ്ടാകും, ധാരാളം ഡയറക്ടർമാരുണ്ടാകും. ഈ ഡയറക്ടർമാർക്കെല്ലാം ഷെയർ ഹോൾഡിങ്സ് ഉണ്ടാകും. ഇങ്ങനെയൊക്കെയാണ് ഒരു കമ്പനിയുടെ ഘടന. എന്നാൽ ഈ പറയുന്ന വീണ വിജയന്റെ എക്സാലോജിക്ക് ഒരു 1 ഡയറക്ടർഷിപ്പ് കമ്പനിയാണ്. അതായത് വീണ വിജയൻ മാത്രമാണ്
ഏക ഡയറക്ടർ, മാത്രമല്ല വീണ വിജയൻ മാത്രമാണ് ഏക ഷെയർ ഹോൾഡർ. ഇത് എല്ലാം കാണിക്കുന്നത് ഇതൊരു ഒന്നാം തരം ഷെൽ കമ്പനിയാണ് എന്ന് തന്നെയാണ്. യഥാർത്ഥ ഉടമസ്ഥർ ഒരുപക്ഷെ ഈ കമ്പനിയുടേത് ഉണ്ടായേക്കാം, പക്ഷെ ആ യഥാർത്ഥ ഉടമസ്ഥർ ആര് എന്നുള്ളതിനെക്കുറിച്ച് ആർക്കും അറിവില്ല. മാത്രമല്ല നിരവധി സാമ്പത്തിക ഇടപാടുകൾ ഷെൽ കമ്പനികളുടെ ഒരു പ്രത്യേകതയാണ്. 1 ലക്ഷം രൂപ മാത്രമേ മൂലധനമുണ്ട് എങ്കിലും കോടികളാണ് ഈ പറയുന്ന ഷെൽ കമ്പനിയുടെ അക്കൗണ്ടുകളിലൂടെ മറഞ്ഞിട്ടുള്ളത് എന്ന് പിന്നീട് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. 2014 വീണ വിജയന്റെ ഷെൽ കമ്പനിയായ എക്സാലോജിക് ആരംഭിക്കുന്നത്, രജിസ്റ്റർ ചെയ്ത് പ്രവർത്തനം ആരംഭിക്കുന്നത്. ഇത്തരം കമ്പനികളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതെല്ലാം ചില നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ മറയാക്കാൻ ഉപയോഗിക്കുന്ന കമ്പനികളാണ്, കള്ളപ്പണം വെളുപ്പിക്കാനുള്ള കമ്പനികളാണ്. അതേ പ്രത്യേകതകൾ എക്സാലോജിക്കിനുമുണ്ട്. ഈ ഒരു ദൗത്യം പൂർത്തിയാക്കി കഴിഞ്ഞാൽ ഇത്തരം കമ്പനികൾ പൂട്ടിപ്പോവുകയാണ് പതിവ്. എക്സാലോജിക്കും അങ്ങനെ തന്നെയാണ്. 2014 സെപ്റ്റംബറിൽ പ്രവർത്തനം ആരംഭിക്കുന്നു. 2022 ഇത് അടച്ചുപൂട്ടാനുള്ള അപേക്ഷ കമ്പനി രജിസ്ട്രാർക്ക് നൽകുന്നു. ഇതെല്ലാമാണ് എക്സാലോജിക്കിന്റെ പ്രത്യേകത. ഈ പ്രത്യേകതകളെല്ലാം സാധാരണഗതിയിൽ ഒരു ഷെൽ കമ്പനി എന്താണ് എന്ന് പരിശോധിക്കാൻ ഉപയോഗിക്കുന്ന മാനദണ്ഡങ്ങൾക്ക് സമമാണ്. അതുകൊണ്ട് തന്നെ ഒരു കാര്യം ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉറപ്പിച്ചിട്ടുണ്ട്, എക്സാലോജിക് എന്ന് പറയുന്നത് ഒരു ഷെൽ കമ്പനിയായിരുന്നു. ആ ഷെൽ കമ്പനി നിയമപരമായ ഇടപാടുകളല്ല നടത്തിയിരുന്നത്. മറ്റൊരു കമ്പനിയിൽ നിന്നും സേവനമൊന്നും നൽകാതെ കോടിക്കണക്കിന് രൂപ കൈപ്പറ്റിയിരിക്കുന്നു. ഈ രൂപ കൈപ്പറ്റിയിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ മകളാണ് എന്ന് പറയുമ്പോൾ തീർച്ചയായും അത് മുഖ്യമന്ത്രിക്കോ പാർട്ടിക്കോ ഒക്കെ കിട്ടിയ കൈക്കൂലിയാണ് എന്ന ഒരു നിഗമനത്തിലേക്ക് എത്തിച്ചേരാൻ വലിയ PhD ഗവേഷണത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. പക്ഷേ ഇതിനൊക്കെ തെളിവുകൾ സമാഹരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. തെളിവുകൾ ഇപ്പോൾ ഇതാ സമാഹരിക്കപ്പെട്ടിരിക്കുന്നു. നിർണായകമായ രേഖകൾ ഈ റെയ്ഡുകളിൽ പിടിച്ചെടുത്തു എന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പറയുന്നത്. വരും ദിവസങ്ങളിൽ വീണ വിജയനെതിരായിട്ടുള്ള നിയമ നടപടികൾ കടുപ്പിക്കും എന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പറയുന്നത്.